ഹലോ ഓൾ. സോ ഇന്ന് നമ്മൾ മൂന്നാറിലേക്കാണ് യാത്ര തിരിക്കുന്നത്. നമ്മൾ പോകുന്നത് എലക്ഷ ഹിൽ റിസോർട്ടിലേക്കാണ്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിലാണ്. ആക്ച്വലി പ്രൊനൗൺസ് ചെയ്യുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എന്ത് രസമല്ലേ ഈ മലകളിലൂടെ വണ്ടി ഓടിക്കാനായിട്ട്. ആൻഡ് ഐ വാസ് ഇൻ ലവ് വിത്ത് ദാറ്റ് ബിക്കോസ് എന്താ പറയുക, ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഐ വാസ് എ കൈൻഡ് ഓഫ് ബീച്ച് പേഴ്സൺ എന്നാണ്. ബട്ട് ഇറ്റ്സ് റോങ്. ഐ ഓൾവേസ് ലവ് മൗണ്ടെയ്ൻസ്. അപ്പം അതിൽ കൂടെ വണ്ടി ഓടിക്കാനാണെങ്കിലും അവിടെയൊക്കെ ലൈക്ക് ഈവൻ ജസ്റ്റ് ഒരു ഡ്രൈവ് പോയി ചായ കുടിക്കാനാണെങ്കിലും മൗണ്ടെയ്ൻസ് ആർ മൈ ലൈക്ക് ഗോ ടു പ്ലേസ്. അങ്ങനെ നല്ല രസമുണ്ടായി ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർഫോൾസും എല്ലാം കാണുമ്പോൾ. എല്ലാം ഒരു നാച്ചുറൽ ഫീലാണ് നമ്മുടെ ചുറ്റും. ഈവൻ നമ്മൾ കേൾക്കണ സൗണ്ട് പോലും ഇറ്റ്സ് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും നമ്മുടെ മനസ്സൊക്കെ കാമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം ലൈക്ക് പോവും കുറച്ച് നേരത്തേക്ക്. വി വോണ്ട് ബി ഏബിൾ ടു തിങ്ക് അബൌട്ട് ഓൾ ദ മെസ് ദാറ്റ് ഗോയിങ് ഓൺ ലൈഫ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക ഒരു കാംനെസ് നമ്മുടെ ലൈഫിൽ അപ്പോൾ വരും. അങ്ങനെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള എസ്റ്റേറ്റിലൂടെ നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് ഇങ്ങനെ റിമോട്ടായിട്ട് ഇത്രയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടോ എന്നുള്ളത്. ബട്ട് ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു ദിസ് വാസ് ദ ബെസ്റ്റ് ചോയ്സ് ദാറ്റ് വി മെയ്ഡ് എന്ന്. ആക്ച്വലി റിസോർട്ടിൻ്റെ ടാഗ് ലൈൻ തന്നെ ലക്ഷറി ഇൻ ദ ലാപ്പ് ഓഫ് നേച്ചറാണ്. അത് അവർ അതേപോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് നേച്ചറിൻ്റെ ഇടയിൽ ഈവൻ നമ്മുടെ റിസോർട്ടിൽ തന്നെ ദേ ഹാവ് എ പ്രൈവറ്റ് വാട്ടർഫോൾ. ആൻഡ് ഇതെല്ലാം കൂടെ വരുമ്പോൾ വി ഫീൽ ലൈക്ക് ദിസ് വാസ് ദി ബെസ്റ്റ് എന്ന്. ആൻഡ് ആർ വേ ടു എലക്ഷ ഹിൽസ് നമ്മൾ പോകുന്ന സമയത്ത് ഈവൻ അവരുടെ എൻട്രൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വിച്ച് വാസ് മെയ്ഡ് ഫുള്ളി ഓൺ ഗ്ലാസ്. ലൈക്ക് അതൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക വിഷ്വലി അപ്പീലിംഗ് ആണ്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 120 ഏക്കറിലധികമുള്ള കാടിനിടയിലാണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. ആൻഡ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേ ഹാവ് ദെയർ ഓൺ വാട്ടർഫോൾസ്, പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട്, ആയുർവേദിക് സ്പാ, ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ ലൈക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ കുരങ്ങന്മാരും പക്ഷികളും ഗാർഡൻസും എവറിത്തിങ് വിൽ മേക്ക് യുവർ മൈൻഡ് ലൈക്ക് കാം. ആൻഡ് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് നൈറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നമ്മളൊന്ന് കാമായി. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് റെസ്റ്റോറൻറ്റ് ലൈക്ക് ഹോളായിട്ട് റിസോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആൻഡ് വി ഹാഡ് ഫുഡ് ഫ്രോം ദ റെസ്റ്റോറൻറ്റ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിൽ കൂടെ നടക്കുന്ന ആ പാത്വേ ഒക്കെ അടിപൊളിയാണ്. ആൻഡ് വി ലൈക്ക് പ്ലേഡ് ദിസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് വാട്ടർഫോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ കൂടെ സൈഡിലൊരു വഴിയുണ്ട്. അവരത് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതും വിച്ച് വാസ് ത്രൂ കാട് തന്നെയാണ്. അപ്പോൾ അതിൽ അവർ എനിക്കൊരു ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ പാലം. ഇറ്റ് വാസ് സോ ഫോട്ടോജനിക്. നല്ല രസമാണ് അതിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആ വാട്ടർഫോൾസ് വിസിബിൾ ആണ്. ഈ പ്രൈവറ്റ് വാട്ടർഫോൾ അധികം ആളോ പേരോ ഒന്നുമില്ല. ബാക്കിയുള്ള വാട്ടർഫോൾസിനെ പോലെയല്ല. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, നമുക്കവിടെ സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അന്ന് അത്യാവശ്യം ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വി അവോയ്ഡഡ് ദാറ്റ്. നമ്മൾ പുറമേ നിന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല പ്യോർ വാട്ടർ ഇങ്ങനെ ഒഴുകി വരുന്നു, അതിങ്ങനെ ഒഴുകി പോകുന്നത് കാണാനും ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും മൗണ്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വാട്ടർഫോൾസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വി ഹാഡ് എ ഗുഡ് ഡേ ദർ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. മൈൻഡൊക്കെ നമ്മൾ കാമാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറ്റ് വാസ് 2 ഡേ, ഐ തിങ്ക് 2 to 3 ഡേ ട്രിപ്പായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഓൺ ദി വേ കുഞ്ഞി ഇതുപോലുള്ള ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നിർത്തി റിലാക്സ് ആയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. ആൻഡ് ഇടയ്ക്ക് ഇങ്ങനെ കോട കെട്ടി മാറൊക്കെ കാണുന്നത് ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എലക്ഷ ഹിൽസിൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക്, ആൻഡ് ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം, അവിടെ വേറൊരു വാട്ടർഫോൾസ് ഉണ്ട് വിച്ച് വാസ് ലൈക്ക് ഭയങ്കര ആൾക്കാരൊക്കെ വന്ന് കാണുന്ന ഒരു വാട്ടർഫോൾസ് ആണ് നിയർ ലക്ഷ്മി എസ്റ്റേറ്റ്.
അപ്പോൾ അതും അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയാൽ മാത്രം മതി. ആൻഡ് വിച്ച് വാസ് നിയർ ലക്ഷ്മി എസ്റ്റേറ്റ്. അപ്പോൾ അത് മാത്രം കാര്യം, നമ്മൾ പോയത് ഈ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയതുകൊണ്ടാണ് കൂടുതലും വെള്ളം റഷായിട്ട് കിടക്കുന്നത്. എന്നാലും ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഉണ്ടായിരുന്നു. മേ ബി അതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവാം. ആൻഡ് this was our vacation. This was a kind of vacation that we had during our work days. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ബാക്ക് ടു വർക്ക് കയറാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് അവർ ട്രാവൽ വ്ളോഗ്സ്. സോ കീപ് സപ്പോർട്ടിങ്, കീപ് ലവിങ് us. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.